ട്രേഡിംഗ് സീരീസിലെ പാർട്ട് 7 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത് നോക്കി. MT5ഉം ട്രേഡിംഗ് വ്യൂവും ആൻഡ് MT5ൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ട്. പക്ഷേ ഈ MT5 പഠിച്ചതിന് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ നമ്മൾ പറഞ്ഞ ബൈ സെല്ല്, ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ഇതെന്താ സാധനം ആക്ച്വലി? നമുക്ക് എന്താണ് ഈ ബൈയും സെല്ലും നോക്കിയാലോ. ബൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു സാധനം വാങ്ങുന്നത് സാധനത്തിനാണ് ബൈ പറയാം, സെല്ല് എന്ന് പറഞ്ഞാൽ വിൽക്കാം. അപ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് ഒരു സാധനം ബൈ ചെയ്ത് 150 രൂപയ്ക്ക് നമ്മൾ ക്ലോസ് ചെയ്താൽ നമുക്കിവിടെ 50 രൂപ ലാഭം. ട്രേഡിങ്ങിൽ ബൈ ചെയ്തിട്ട് പിന്നെ അത് സെല്ല് ചെയ്യുകയല്ല ചെയ്യുക, ബൈ ചെയ്തിട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്യുക. ഈ പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 150 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്കിവിടെ 50 രൂപ ലാഭം. ഇതേപോലെ നമുക്ക് സെല്ലും ചെയ്യാം. 150 രൂപയ്ക്ക് നമുക്കൊരു സാധനം സെല്ല് ചെയ്തിട്ട് 100 രൂപയ്ക്ക് നമുക്കത് ക്ലോസ് ചെയ്താൽ ഇവിടെയും നമുക്ക് 50 രൂപ ലാഭമാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, എന്താണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്? നമ്മളെടുത്ത് ഇല്ലാത്ത സാധനം നമ്മളിങ്ങനെ സെല്ല് ചെയ്യുന്നത്. നമ്മളെടുത്തേ ഇല്ലാത്തുള്ളൂ, നമ്മുടെ ബ്രോക്കറിൻ്റെ കയ്യിൽ നമുക്ക് സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 150 രൂപയ്ക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് 100 രൂപയ്ക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ ലാഭം. ട്രേഡിങ്ങിൽ വരുമ്പോൾ നമുക്ക് ബൈ ചെയ്യുന്നത് ഒരു പൊസിഷനാണ്, സെല്ല് ചെയ്യുന്നത് ഒരു പൊസിഷനാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ മാത്രമല്ല നമുക്ക് ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കാം, താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കാം. അപ്പം ബൈ എന്ന് പറഞ്ഞൊരു പൊസിഷനാണ്, സെല്ല് എന്ന് പറഞ്ഞ വേറൊരു പൊസിഷനാണ്. രണ്ടും രണ്ട് സാധനമാണ്. ബൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ 100 സാധനം ബൈ ചെയ്തിട്ട് പ്രൈസ് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം, സെല്ല് ചെയ്തിട്ട് പ്രൈസ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മളൊരു സാധനം സെല്ല് ചെയ്ത് എന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോയാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇനി നമുക്ക് ജസ്റ്റ് മാർക്കറ്റിലുള്ള പെൻഡിങ് ഓർഡേഴ്സ് നോക്കിയാലോ. മാർക്കറ്റിൽ കാണുന്ന പെൻഡിങ് ഓർഡേഴ്സ് ആണ് ലിമിറ്റ് ഓർഡേഴ്സും സ്റ്റോപ്പ് ഓർഡേഴ്സും. എന്താണ് ലിമിറ്റ് ഓർഡേഴ്സ്, എന്താണ് സ്റ്റോപ്പ് ഓർഡേഴ്സ്? അത് നമുക്ക് ലിമിറ്റ് ഓർഡേഴ്സ് നോക്കാം. ലിമിറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പം കറന്റ് 4000-ലാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു 3990 എത്തുമ്പം ഗോൾഡ് വാങ്ങണമെങ്കിൽ ഇവിടെ നിങ്ങൾ എന്താക്കും, 4390 എത്തുന്നവരെ വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് ചില മാർക്കറ്റ് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പോയാലോ, നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബൈ ലിമിറ്റ് യൂസ് ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് 3990 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ബൈ ആവും. ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബൈ എടുക്കേണ്ട ആവശ്യമില്ല, താനേ ബൈ ആവും. ഓക്കെ, ഇനി നമുക്ക് എന്താ സെൽ ലിമിറ്റ് നോക്കിയാലോ. ഗോൾഡ് ഇപ്പം കറന്റ് 4000-ലാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു 4010 ആവുമ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സെൽ ലിമിറ്റ് യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ സെൽ ലിമിറ്റ് യൂസ് ചെയ്യും. ഇറ്റ്സ് മീൻസ് 4000-4010 മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രേഡ് ഓട്ടോമാറ്റിക് സെല്ലും. ഇവിടെ നമ്മൾ സെൽ ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ട്രേഡ് ഓട്ടോമാറ്റിക് സെല്ലും. ഇതാണ് ബൈ ലിമിറ്റും സെൽ ലിമിറ്റും. 4000 ഒരു പ്രൈസ് 3990 എത്തി. ഇവിടുന്ന് നമ്മളിവിടെ ബൈ ലിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാണോ 3990 എത്തുന്നത് അപ്പോൾ മാർക്കറ്റ് ഓട്ടോമാറ്റിക് നമ്മളെ ട്രേഡ് ആക്റ്റീവ് ആവും. സെല്ലാണെങ്കിൽ 4000 മാർക്കറ്റ് ഉള്ളത്, 4010 നമ്മൾ സെൽ ലിമിറ്റ് ഇടുന്നതെങ്കിൽ 4010 എത്തുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ട്രേഡ് സെല്ലും. ഓക്കെ, എന്താണ് ഈ സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്ന് നോക്കിയാലോ. എന്താണ് സ്റ്റോപ്പ് ഓർഡേഴ്സ് നോക്കാം. നമ്മൾ കറന്റ് MT5 കാണുന്ന ഒരു സാധനമാണ് ബൈ ലിമിറ്റും സെൽ ലിമിറ്റും, ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പ്. എന്താണ് സ്റ്റോപ്പ് ഓർഡേഴ്സ്? ഇപ്പോൾ 4000-ലാണ് ഗോൾഡ് കറന്റ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ 3990-ലാണ് നമുക്ക് ഗോൾഡ് ബൈ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യും? ബൈ ലിമിറ്റ് യൂസ് ചെയ്യും. നമുക്ക് ഓൾറെഡി ഉള്ള പ്രൈസിൻ്റെ താഴെ നിന്ന് നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ബൈ ലിമിറ്റ് യൂസ് ചെയ്യും. 4000-ന്ന് 4010 എത്ര? 4000-നെക്കാട്ടും മേലെയാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് വീണ്ടും ബൈ ചെയ്യണം. ഓൾറെഡി ഉള്ള പ്രൈസിനേക്കാൾ മുകളിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് ബൈ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ബൈ സ്റ്റോപ്പാണ് യൂസ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ബൈ സ്റ്റോപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, ഓൾറെഡി ഉള്ള പ്രൈസിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് ബൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബൈ സ്റ്റോപ്പ്. അപ്പോൾ ഇപ്പം ഗോൾഡ് ഇപ്പം കറന്റ് 4000-ലാണെന്ന് വിചാരിക്കാം. ഓക്കെ, 3990 സെല് ചെയ്യണം. ഇപ്പം 4010-ലാണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യും? സെൽ ലിമിറ്റ്. ഇവിടെ നമ്മൾ സെൽ ലിമിറ്റ് യൂസ് ചെയ്യും. സെൽ ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4000-4010 ഗോൾഡ് എത്തിക്കഴിഞ്ഞാൽ താഴത്തേക്ക് നമുക്ക് സെല്ലാവും ഓട്ടോമാറ്റിക്. പക്ഷെ ഓൾറെഡി ഉള്ള പ്രൈസിൻ്റെ താഴേന്ന് വീണ്ടും താഴത്തേക്ക് തന്നെ സെല്ല് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് സെൽ സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി മാർക്കറ്റിൽ കാണുന്ന രണ്ട് ഓർഡേഴ്സ്. പെൻഡിങ് ഓർഡേഴ്സ് വരുമ്പോൾ സ്റ്റോപ്പ് ഓർഡേഴ്സും ലിമിറ്റ് ഓർഡേഴ്സും. അപ്പം ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും എന്താ പറയുക, ബൈ ലിമിറ്റ് സെൽ ലിമിറ്റ് ഏകദേശം ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് എന്താണ് ഈ SL-ഉം TP എന്നൊക്കെ കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താല്പര്യമുള്ളവർ ജസ്റ്റ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും.